യൂഷ്വലി അറിയാലോ നമ്മളെല്ലാവരും പ്രസ് മീറ്റും ഇതെല്ലാം ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം നമ്മളതൊന്നും അത് ചെയ്തില്ല. ഒരു മീഡിയ ഗ്യാതറിംഗ് എന്നുള്ളത് മാത്രമേ ചിന്തിച്ചുള്ളൂ. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു, ഡിന്നറും എല്ലാം കഴിച്ച് പിരിയുന്നു എന്നുള്ളൊരു രീതിയിലാണ് ഇതിനെ കണ്ടുള്ളൂ. വേറെ ഒന്നുകൊണ്ടല്ല, സിനിമ സംസാരിക്കട്ടെ എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹം. അങ്ങനെ സിനിമ സംസാരിക്കുകയാണ്, പ്രേക്ഷകർ പിന്നീട് അതിന് ഒരു അവസരം നൽകുകയാണെങ്കിൽ റിലീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരെയും വീഡിയോയിൽ കാണുന്നതായിരിക്കും. അങ്ങനെ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അല്ല, ഞാൻ സർപ്രൈസിംഗ്ലി കണ്ടുപിടിച്ച ഞാൻ അറിയിച്ചാൽ പുള്ളി നല്ലൊരു ആക്ടറാണ്. ഡ്രാമയിലത്തെ ആക്ടർ എന്നൊക്കെ പിന്നെ മനസ്സിലാവുന്നത്. ഡയറക്ടർ മാത്രമല്ല, അതിഗംഭീര പെർഫോമൻസ് ആണ്. എനിക്ക് പേഴ്സണലി എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ളതാണ് കാണുന്നത്. ഇനി അങ്ങോട്ട് ഇയാളുടെ ട്രാവലൊക്കെ കാണാൻ പോകുന്നതാണ്. ഭയങ്കര സന്തോഷം. എൻ്റെ അടുത്ത് അഖിലി പടം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിന്റെ കഥ പറയാൻ വേണ്ടി വന്നപ്പോൾ കഥ കേട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു സ്റ്റോറി നറേഷൻ ആയിരുന്നു അഖിലിന്റെ. പടം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഐ എം ഷുവർ ആ കഥ നറേറ്റ് ചെയ്ത രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ സിനിമ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിലൊരു ചെറിയ വേഷം അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ വേഷം തന്നു. അതിൽ ഭയങ്കര കൃതാർത്ഥനാണ്. സോ ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. അമേസിംഗ്, താങ്ക് യു. കൂടെ അരുണുണ്ട്, അറിയാലോ, ഡയസറിലത്തെ പുലിയാണ്. ഞാൻ അച്ഛൻ്റെ കൂടെയാണ് ഡയസറെ കണ്ടത്. അപ്പൊ അച്ഛൻ തിയേറ്ററിൽ നിന്നിട്ട് ഇതിന്റെ സീൻ ഉണ്ടല്ലോ, ഫുട്ബോൾ പറയുമ്പോൾ അച്ഛൻ അത് കണ്ട് ഷൂ ഷൂ അങ്ങനെ ശബ്ദം ഉണ്ടാക്കി. അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഇത് കാണുമ്പോൾ അച്ഛൻ ശബ്ദം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ശബ്ദം കിട്ടിയതാണ്. രസമുള്ള ഹ്യൂമറൊക്കെ നടുക്കോട്ട് വരും. നമസ്കാരം. ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റുന്നതിന്, പ്രത്യേകിച്ച് ഇവരുടെ പ്രോസസ്സിന്റെ ഭാഗമാകാൻ പറ്റുന്നതിന് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടായില്ല. ഞാൻ ചെറിയ വേഷം ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്, കൂടെ ഡിസൈൻസും ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീം. അപ്പോൾ മൊത്തത്തിൽ ഫ്രം സ്റ്റാർട്ട് ഈ പടം അറിയാം. അപ്പോൾ ഭയങ്കര രസമായിട്ടാണ് ഇവർ ഷൂട്ട് ചെയ്തതും. അതിന്റെ പ്രോസസ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഇവരപ്പോ തന്നെ മഴ ഇന്ന് ഷൂട്ട് നിർത്താം. അപ്പം അത്രയും റിലാക്സ്ഡ് ആയിട്ടും ക്ലാരിറ്റിയോടും കൂടെ ഷൂട്ട് ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുന്നത് തന്നെ വലിയ സന്തോഷം. വെരി എക്സൈറ്റഡ്. സിനിമ തിയേറ്ററിൽ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ ഒരു കോംബോ എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നതൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ താങ്ക് യു. സിനിമ സിംഗ് സൗണ്ടിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ പൊതുവെ കുറവാണ്, ഡബിംഗ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യാറ്. പക്ഷേ സിംഗ് സൗണ്ടിന്റെ ബ്യൂട്ടി, അത് കൊടുക്കുന്ന ഡയമെൻഷൻ ഫിലിപ്പിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് തന്നുള്ളത് എനിക്ക് രാധാകൃഷ്ണനാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ് ഓർഗനറാണ്. കുട്ടപഞ്ച പോലുള്ള വലിയ പടങ്ങൾ ചെയ്തിട്ട് ബോളിവുഡിൽ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ നാട്ടിലാണ്. അപ്പോൾ എല്ലാവരും ഒരു 2 വർഷം ഇത് നമ്മളെല്ലാവരും വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. 6 മാസം കൊണ്ട് എനിക്ക് തോന്നുന്നത് നരേഷൻ കഴിഞ്ഞ് ഫിനിഷ് ചെയ്തൊരു പ്രൊജക്റ്റാണ് ഇത്. മലയാളത്തിൽ പൊതുവെ സിംഗ് സൗണ്ട് നടക്കുന്നുണ്ടെങ്കിലും വളരെ നമ്മുടെ ഹിന്ദിയിൽ അല്ലെങ്കിൽ അങ്ങനെ വേറെ ലാംഗ്വേജ് നോക്കുമ്പോൾ വളരെ കുറച്ച് നമ്മുടെ ഫിലിംസ് വരുമ്പോഴും മലയാളത്തിൽ നടക്കാറുണ്ട്. അപ്പോൾ അഖിലിൻ്റെ 2ാമത്തെ സിനിമയാണ്. അഖില് കാച്ചുവെക്കുന്നതുപോലും സിംഗ് സൗണ്ടായിരുന്നു. സിംഗ് സൗണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ക്യാമ്പിലൊക്കെ പോകുന്നത് വളരെ എൻജോയ് ചെയ്ത് ഒരു വളരെ ജോളിയായിട്ട് ഫിനിഷ് ചെയ്ത സിനിമയാണ്. അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലിജോ കൂടിയുണ്ട്. ലിജോ ആണ് കളറിസ്റ്റ് സിനിമയുടെ. വീട്ടില് ഫർണിച്ചറിനേക്കാൾ ഫുള്ള് നാഷണൽ സ്റ്റേറ്റ് അവാർഡുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് കണ്ട എല്ലാ കളഞ്ഞാവലായാലും ഡേസറായാലും എല്ലാം ചെയ്തിട്ടുള്ള ലിജു ഒരു ഗ്രാമമാണ് നമ്മൾ ഇതിൽ പ്രീമൈസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. വലിയൊരു ആഗ്രഹം ഗ്രാമസിനിമ. പക്ഷേ ഞാൻ ആക്ച്വലി 25 വയസ്സിൽ വളർന്ന ഗ്രാമത്തിലാണ്. അപ്പോൾ അച്ഛൻ കുറെ നാളായിട്ട് എൻ്റെ ഓർമ്മയിൽ സ്നേഹിക്കാൻ പറ്റുവാണ് അവസാനത്തെ ഗ്രാമസിനിമ. അപ്പോൾ മനസ്സിലേക്ക് കണ്ട ഗ്രാമം അതിൽ മേലേക്ക് തന്ന കളറിസ്റ്റാണ് ലിജു. വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ പ്രൊജക്റ്റിൽ വരുമ്പോൾ. ആക്ച്വലി അഖിൽ പറഞ്ഞ പോലെ ഇത് ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമായിരുന്നു. ഒട്ടും ഒരു സ്ട്രെസ് ഇല്ലാണ്ട്, ഒട്ടും ഒരു പ്രഷർ തരാണ്ട് വർക്ക് ചെയ്തൊരു ഫിലിം. ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഇത് വളരെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പേഴ്സണൽ ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഓരോ സീനും എനിക്ക് ഭയങ്കരമായിട്ടാണ് ആക്ച്വലി. അത് ഇതിൻ്റെ ഓരോ സീനും നേരത്തെ പറഞ്ഞൊരു ഗ്രാമത്തിൻ്റെ ഒരു കുളിർമ അത് ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട്. മോസ്റ്റ്ലി അത് കിട്ടിയിരുന്ന എൻ്റെ ഒരു വിശ്വാസം. അത് നിങ്ങൾ ഇന്നലെ ക്യൂബിൽ കണ്ടപ്പോഴും അതിൻ്റെ ഫൈനലോട്ട് കണ്ടപ്പോഴും അത് ആ തനിർമ ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഒത്തിരി പ്രൊഡക്ഷൻ ഈ പടം ഒത്തിരി വലിയൊരു വിജയമാക്കുമെന്ന് ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നു. ആവുന്നില്ല ഒരു പ്രതീക്ഷയുണ്ട് ആക്ച്വലി. നല്ലൊരു പടമായിട്ട് ക്രിസ്മസിന് എന്തായാലും നല്ല രീതിയിൽ പ്രേക്ഷകർ എടുക്കുന്ന വെച്ചിട്ടുണ്ട്. താങ്ക് യു. ഇതിന് കോർഡിനേറ്ററാണ്. നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവരും ഓർമ്മിക്കുന്ന എഡിറ്ററാണ്. ഞാനിവിടെ എഡിറ്റ് ചെയ്തിട്ടുള്ള സിനിമ. ഒരു ഹലോ
നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളത് അച്ഛന്റെ റൈറ്റ് ഹാൻഡ് ആണ്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടുതൽ ഉഴപ്പിയിട്ടുള്ളത് ഈ ധൈര്യത്തിലാണ്. കാരണം പുള്ളിയാണ് എല്ലാം സ്വിച്ചിട്ട പോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സിനിമയുടെ ഒരു ബാക്ക് ബോൺ തന്നെയാണ് ബിജുവേട്ടൻ. അത്രയേ ഉള്ളൂ. ചേട്ടാ പണം പൊളിച്ചെടുക്കൂലേ? ചേട്ടൻ തിരിച്ചു ഞങ്ങൾ കാത്തിരിക്കാം.